ജന്മദിനം സ്വന്തം വീട്ടിലിരുന്ന് ആഘോഷിക്കേണ്ട സൈറ എന്ന 4 വയസ്സുകാരി ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ജന്മദിനത്തിൽ മറ്റുള്ളവർക്ക് മധുരം പങ്കുവെക്കുന്ന കാഴ്ച കണ്ട് ജീവിതത്തിലെ പ്രതിസന്ധി സാഹചര്യത്തിൽ മനസ്സ് മരവിച്ചു നിൽക്കുകയാണ് സൈറയുടെ മാതാപിതാക്കളും ക്യാമ്പിലുള്ള മറ്റു കുടുംബാംഗങ്ങളും. കടൽക്ഷോഭം മൂലം ചെറിയ കടവിലെ ഈ 8 കുടുംബാംഗങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലായിട്ട് 1 മാസം തികയുന്നു. ഇനി എന്ത് എന്ന ചോദ്യത്തിന് അവർക്ക് മറുപടി കൊടുക്കേണ്ടതാരാണ്? വാർത്തകളിൽ ഇടം പിടിക്കാനോ അറിയപ്പെടണമെന്ന് കരുതിയോ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയവരല്ല ചെറിയ കടവിലെ ജനങ്ങൾ. ഒരായുസിന്റെ പ്രയത്നത്താൽ കെട്ടിപ്പടുക്കിയ ഭവനം കൺമുന്നിൽ നിന്നും ഇല്ലാതായ ഒട്ടേറെ ജനങ്ങളുടെ നേർക്കാഴ്ചയാണ് ഇന്ന് മെട്രോ 7 ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒന്നുമില്ല, ഇപ്പൊ പറയാനാണെങ്കിൽ ഒന്നുമില്ല, മൊത്തം പോയി കിടക്കണേ. ഇവിടുന്ന് പഠിക്കാനൊന്നും പറ്റുന്നില്ല. ഒരാഴ്ച ക്ലാസ്സിലൊക്കെ പോയിട്ട് പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ സങ്കടം നമ്മ ആരോട് പറയാനാ? ഇവരെയൊക്കെ ജയിപ്പിച്ചെങ്കിൽ നമ്മളെ ഒരു ജനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ലേ. സൈറക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ. സൈറമോളുടെ ജന്മദിനമാണിന്ന്, 4ാം പിറന്നാൾ. സ്വന്തം വീട്ടിലിരുന്ന് ബർത്ത്ഡേ ആഘോഷിച്ച് കേക്ക് കട്ട് ചെയ്യേണ്ട സൈറമോളും കുടുംബവും ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പിലാണ്. കണ്ണമാലി ചെറിയ കടവിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ 1 മാസത്തോളമായി ഇവരെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ട്. കണ്ണമാലിയുടെ ദുരിതം നമ്മൾ മാധ്യമങ്ങളിലൂടെ എല്ലാം കണ്ടു, ചെറിയ കടവിൻ്റെ ദുരിതം. ഈ ദുരിതത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട 7ഓളം കുടുംബങ്ങളിലെ 28ഓളം പേരാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. അവരുടെ വീടുകൾ പൂർണ്ണമായും ഭാഗികമായും ഒക്കെ നഷ്ടപ്പെട്ടു. അവർക്ക് ജീവിക്കാനാവാത്ത അവസ്ഥയാണ്. ഇന്ന് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് എങ്ങോട്ട് പോകുമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഈ പാവപ്പെട്ട ജനം. കുഞ്ഞുമക്കൾ മുതൽ പ്രായമായവർ വരെയുണ്ടിവിടെ. 1 മാസത്തോളമായി കടലേറ്റത്തെ തുടർന്ന് ക്യാമ്പിൽ കഴിയുന്ന ഈ ജനങ്ങൾക്ക് ഇനിയെന്ന് സ്വന്തം ഭവനങ്ങളിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുമെന്ന വലിയ ചോദ്യചിഹ്നമാണ് ഇവർക്കിടയിൽ തങ്ങി നിൽക്കുന്നത്. മിക്കവർക്കും പാടില്ല ഈ തണുപ്പത്തൊക്കെ കിടന്നിട്ട്. ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് ഇരുന്ന് ഇവിടെ കിടന്നു വെച്ചാൽ 3 പേര്, ഒരു ഫാമിലിയിൽ നിന്ന് 3 പേർക്കും പാടില്ല, പനിയൊക്കെ ഇട്ട്. ഒരു കൊച്ചിൻ തണുപ്പത്ത് കിടന്നിട്ട് അവൻ്റെ കാത് പഴുപ്പ് തന്നെ ഇരുന്നു. ഇത്തരം ബുദ്ധിമുട്ടുകളെ അതിജീവിച്ചും പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉടൻ തന്നെ തങ്ങൾക്ക് നല്ലൊരു പഠനാന്തരീക്ഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. നമ്മൾ വീട്ടിൽ ഇരുന്ന് പഠിക്കണ പോലെ ഇവിടെ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം നമുക്കിവിടെ എല്ലാം ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പം പിന്നെ നമുക്ക് ഇതിൽ നിന്നൊരു മാറ്റം വേണ്ടേ? ഇപ്പോൾ 1 മാസവും ഇല്ല ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കണം. എല്ലാവരും പറയുന്നുണ്ട് തീരുമാനമാക്കാമെന്ന്, പക്ഷെ ഇതുവരെ ഒന്നും അങ്ങോട്ട് ആയിട്ടില്ല. എന്താ പറയുക, ഒരു കാറ്റും മഴയൊക്കെ വരുമ്പോൾ തന്നേക്കും പേടിയാണ്. ഓഫ്, എങ്ങനെ കിടക്കുമെന്ന്. പിന്നെ ഇപ്പോൾ എന്തായാലും ഇനി അത് ഒന്ന് പണിതട്ടൊക്കെ വേണം. അതാണ് ഭയങ്കര കഷ്ടമാണ്. പിള്ളേർക്ക് ക്ലാസ്സിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് മിസ്സാണ് ഫുഡൊക്കെ കൊണ്ടുവന്ന് തന്നത്. രാവിലെ വെറും വയറ്റോടുകൂടിയാണ് പോണത്. പിന്നെ ഉച്ചക്കത്തെ ചോറ് മിസ്സാണ് കൊണ്ടുവന്ന് തന്നത്. ചരിത്ര സംഭവമായി മാറിയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ സർക്കാർ അംഗീകരിച്ച ടെട്രാപോഡിന്റെ വരവുകാത്ത് ഒരുപാട് ജനങ്ങളുണ്ടിവിടെ. പുത്തൻ പ്രതീക്ഷകളും നല്ലൊരു നാളേക്കുമായി സ്വപ്നം കണ്ടു കഴിയുന്നവർ. ഇവരുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ അധികാരികൾക്കും കഴിയട്ടെ. അവിടെ വീണ്ടും ജിയോ ബാഗ് വെക്കണ കാര്യം മറ്റേ പറയണത്, അത് വെച്ചിട്ടൊരു കാര്യമില്ല. അത് അവിടെ വെക്കാനായിട്ട് വീടിൻ്റെ കിഴക്കുവശം വെക്കാൻ പറ്റുള്ളൂ. ഇപ്പം തകർന്നിരിക്കുന്ന വീടുകളുടെ എല്ലാത്തിൻ്റെ മുൻപിൽ വെക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് അവിടെ വെക്കാനായിട്ടുള്ള ഗ്യാപ്പില്ല. അപ്പം അങ്ങനെ അത് വെച്ചുകൊണ്ടെന്താ കാര്യമുള്ളത്? ഈ വീടുകൾക്കൊരു സംരക്ഷണമാണെങ്കിൽ ഈ എത്രയും പെട്ടെന്ന് ഈ കല്ല് തന്നെ അത് പാസ്സായിട്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം 3ാമത്തെ തവണയാണ്. ഇപ്പം ആദ്യം ഒരു 247 കോടി രൂപ ആദ്യത്തെ ഘട്ടം പാസ്സായെന്ന് പറഞ്ഞ് ഇതിൻ്റെ പോസ്റ്ററുകളൊക്കെ എല്ലാം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 255 കോടി പിറ്റേ വർഷം പാസ്സായെന്നും പറഞ്ഞ് ഇതിങ്ങനെ പറയണതല്ലാണ്ട് ഇതിൻ്റെ ഒരു കാരണവശാലും ഒരു സംഭവം ഇതുവരെ നടന്നിട്ടില്ല. ഇതിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനി എങ്ങനെയാണെന്ന് പറഞ്ഞു 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ പണി നടക്കുമെന്നാണ് പറഞ്ഞു ഇതിൻ്റെ. പക്ഷേ ഇതുവരെയായിട്ടും ഒരു ചലനവും അതിനായിട്ടില്ല. പിന്നെ ജിയോ ബാഗുമായിട്ടാണ് വരുന്നത്. അത് വന്നിട്ടെന്തിനാ? അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ വീടിനോട് ചേർന്നാണ് വെച്ചത്. അതെല്ലാം ഇടിച്ച് തകർന്നാണ് ഇപ്പോൾ ഈ സംഭവം, വീടെല്ലാം നഷ്ടപ്പെട്ടേക്കണത്. പിന്നെ അതുകൊണ്ടൊന്നും എവിടെ വെക്കാനാണ്?
അത് വെച്ചിട്ടൊരു കാര്യമില്ല. തൽക്കാലം എന്ന് പറഞ്ഞാൽ അവിടെ വീണ കല്ലുണ്ട്, അതെങ്കിലും നേരെ വെച്ച് അവിടുത്തെ കുറേ പേർക്കെങ്കിലും കിടന്നൊന്ന് ഉറങ്ങാം. നമ്മുടെ സങ്കടം നമ്മൾ ആരോട് പറയാനാ? ഇവരെയൊക്കെ ജയിപ്പിച്ചേക്കുന്നത് നമ്മളെ ഒരു ജനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അവർ ഉത്തരവാദിത്തപ്പെട്ടവർ അതൊന്ന് ചെയ്തു തന്നാൽ ഈ കണ്ണമാലി തൊട്ട് കടൽക്ഷോഭം അനുഭവിക്കുന്ന എല്ലാവർക്കും അതൊരു വലിയൊരു ഉപകാരമായിരുന്നേനെ. ഇപ്പോൾ 1 മാസത്തോളമായി. ഇനിയും ഇങ്ങനെ തന്നെ പോയാൽ പറ്റത്തില്ല. കടൽഭിത്തി ഉടനെ വരുമെന്ന് 306 കോടി രൂപ അനുവദിച്ചതിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അങ്ങനെ പ്രതീക്ഷ നൽകുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഇവർക്ക് സ്ഥിരമായിട്ടുള്ളൊരു വാസയോഗ്യമായ ഇടം കിട്ടാൻ വേണ്ടി ഇവരുടെ പൊളിഞ്ഞുപോയ വീടുകളൊക്കെ പൂർണ്ണമായിട്ടും തന്നെ വസിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ കാണുമ്പോൾ അത് വീട് കുറച്ച് ഭാഗം നിൽപ്പുണ്ട്, പക്ഷേ അത് താമസിക്കാൻ പറ്റില്ല. കാരണം അടിയിൽ കൂടെ മണ്ണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 ദിവസം നിൽക്കുമ്പോൾ ചിലപ്പോൾ കട്ടിലോട്ടുകൂടെ ചിലപ്പോൾ നിലത്തേക്ക് പോകും. ആഘോഷങ്ങളുടെ ആരവം കേൾക്കേണ്ട സ്ഥലമാണിത്. ഇത് ഒരു ഓഡിറ്റോറിയമാണ്. ഈ ഓഡിറ്റോറിയത്തിലാണ് ഇന്ന് ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് ഒരു കൂട്ടം ജനം അന്തിയുറങ്ങുന്നത്, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നും പ്രതീക്ഷകൾ കൈവിടുന്നില്ല എങ്കിലും അവരുടെ എല്ലാം മുഖത്ത് നേളിക്കുന്നത് ആശങ്കകൾ മാത്രമാണ്. എങ്ങോട്ട് പോകുമെന്ന് അവർക്കറിയില്ല, എവിടെ പോകുമെന്നറിയില്ല. തകർന്ന വീടുകൾക്ക് മുൻപിലും അവർ നിസ്സഹായരായിട്ട് നിൽക്കുന്നു. അവരുടെ ജീവിതം ഇവിടെ തീരുമോ എന്നുള്ള ഭയവുമുണ്ട്. കുട്ടികളും പേടിക്കുന്നു. ഈ പേടി മാറ്റുവാൻ ആരാണ് മുൻകൈയെടുക്കേണ്ടത്? അധികാരികൾ മനസ്സലിയുമോ എന്നുള്ള ആശങ്കയോടുകൂടെയാണ് ഓരോ ദിവസവും ഈ കുട്ടികൾ മുന്നോട്ട് പോകുന്നത്. ചെറിയ കടവിൽ നിന്നും മെട്രോ 7 ന്യൂസ്, കൊച്ചി. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,